ഇതെപ്പോ സെറ്റ് ചെയ്ത് ഞാനാണല്ലോ വന്നിരിക്കുന്നത്. ആണോ? പുല്ല്. കുഴപ്പമില്ല. അതായിരിക്കട്ടെ ഇതിന്റെ ഒരു റൂട്ടീൻ. മൈക്കിളകി താഴ്ന്നു. ഏയ് ചിലപ്പോ ഇതോ കാണാനില്ല. അപ്പൊ ഓക്കെ, അല്ല, ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കണോ? ടെസ്റ്റ് ചെയ്യണോ? ആ, അങ്ങനെ വരും. പറയണം. ആ നീ മറ്റേ വീഡിയോ ഉണ്ടോ, ട്രെയിലറ് സൂര്യയുടെ കങ്കുവ. എന്താ കങ്കുവല്ലേ? ആ ഞാൻ മുഴുവൻ കണ്ടില്ല. എനിക്കിഷ്ടപ്പെട്ടാ. അല്ല, മുഴുവൻ കണ്ടില്ല, അതുകൊണ്ട്. എനിക്കിഷ്ടപ്പെടില്ല. അയ്യോ, ഞാൻ ഇതിന്റെ എന്താണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് മറ്റേ ഈ ഗാൽ ഡ്രോഗോന്റെ ആ സി എന്ന് പറഞ്ഞൊരു ഇതില്ലേ, ആ അതിന്റെ ഒരു വൈബ് തോന്നിയത്. ഗാൽ ഡ്രോഗോന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു? ജെയ്സൺ മൊമോവ ആ അല്ലേ? അയാളുടെ ഒരു സി എന്ന് പറഞ്ഞ സീരീസ് ഇറങ്ങിയിരുന്നില്ലേ, ഓ ഓർക്കണ്ട? കണ്ണ് കാണാത്ത. അത് അടിപൊളിയാ. ആണോ? എനിക്ക് അതിന്റെ അകത്തൊക്കെ പോലത്തെ ഒരു ആ ടൈപ്പ് വെട്ടപ്പെട്ട ഫോട്ടോ കണ്ടപ്പോ തോന്നിയതേ. പിന്നെ ഇപ്പൊ ടീച്ചർ മുഴുവൻ പോലും കാണാൻ പറ്റില്ല. ഇല്ല വേറെ ആഗ്രഹമുണ്ട്, സൂര്യക്ക് ഒരു ഹിറ്റ് കിട്ടി എന്തെങ്കിലും കാണിക്കട്ടെ, അത്രേ ഉള്ളൂ. സൂര്യയുടെ ലാസ്റ്റ് മറ്റേ പടല്ലേ, മറ്റേ ഇയാള് മറ്റേ വിമാനത്തിന്റെ മറ്റേ കഥ പറയുന്നത്. അത് പക്ഷെ OTT ആയിരുന്നു. ആ സുപ്രമായിരുന്നു. ശരിയാണ്. ജയ്ബീം സൂര്യ റിപ്പോർട്ടർ. ജയ്ബീം അതും പ്രൈമായിരുന്നു. ഏത് ജയ്ബീം അതേതാ? അത് ഓ ആ മലയാളി നടിയുള്ള കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ. ആ ഞാൻ കണ്ടില്ല അത്. പിന്നെ അതിന് ഇയാളുടെ തിയേറ്റർ ഹിറ്റ് ഏതാ? 24 ആണെന്ന് തോന്നുന്നു. അതിന് തിയേറ്ററിൽ ഹിറ്റ് ആയത് 24 വാച്ചിന്റെ. ആ അത് തന്നെ പല സ്ഥലത്തും പല ഇതാ. മിക്സ്ഡ് റിവ്യൂ അല്ലായിരുന്നു അത്? മലയാളത്തിൽ ഹിറ്റായി, തമിഴില് ആവറേജ് ആയി, അങ്ങനെ. അതാണ് ഒരു തിരിച്ചുവരവ് ശരിക്കും പറഞ്ഞാൽ. അതിന്റെ ഒരു സോളോ ഒരു മൂവി ഇറങ്ങുകയാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. അത് ചിലപ്പോൾ ആള് കയറും. അത് പക്ഷെ അപ്പോഴും സൂര്യനെ വെച്ചിട്ടുള്ള ആള് കയറലല്ല, ആ ഒരു കഥാപാത്രം വെച്ച് ഉള്ളൊരു ഹൈപ്പാണ്. ശരിക്കും ക്രെഡിറ്റ് ഇപ്പൊ ഈ കങ്കുവയ്ക്ക് ആള് കയറിയാൽ സൂര്യയുടെ ഒരു ഹൈപ്പ് തന്നെയാണ്. അതെന്താണെന്ന് അറിയില്ല, ഒരു പക്ഷെ എനിക്കൊരു ഹൈപ്പ് തോന്നണില്ല. ഇയാൾ പക്ഷെ കുറെ കാലമായാലും ഇയാളുടെ ഒരു പടം വന്നിട്ടുണ്ട്. എന്നാ അവസാനത്തെ ഒരു പടം ഇറങ്ങി? പുള്ളി എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ തുടങ്ങി കുറെ. പിന്നെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇപ്പൊ എന്താണ്, സൂര്യ റിപ്പോർട്ടർ ഒരു തിരിച്ചുവരവായിരുന്നു. ശരിക്കും ഇയാളുടെ മേഖല ഈ സൂര്യ റിപ്പോർട്ടറാണ്. അങ്ങനത്തെ ടൈപ്പ് പടങ്ങള് കാര്യം ശരിക്കും ഇത് കമ്പയർ ചെയ്യാൻ പറ്റും, വിജയ് സൂര്യ. കാര്യം വിജയ് ഒരു സമയത്ത് 1-2 നല്ല സിനിമ ചെയ്ത് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. അതായത് പോക്കിരി കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഡൗൺ ആയി പോയി ഒരു 4 കൊല്ലം. പിന്നെ ഒരു കാവലൻ എന്ന് പറഞ്ഞ ആവറേജ് ആയപ്പോഴാണ് പിന്നെ പുള്ളി ഓർത്ത് എന്തിനീ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പടം പടച്ച് വിടന്നെ. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പടം എന്ന് വെച്ചാൽ എന്ത് പൈസ വാരുന്നുണ്ട്, ഇഷ്ടപ്പെടില്ല എന്നുള്ള വേറെ. പടം പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവ് നല്ല ഹിറ്റ്, ഫുൾ ഹിറ്റ്. അത് ഏതൊരു ആവറേജ് ഇവിടെ പോലെ. അത് ഈ ബോണി കപൂർ എന്ന് പറഞ്ഞ ഡയറക്ടർ അല്ല, പ്രൊഡ്യൂസർ ഉണ്ട്, ഈ ജാൻവി കപൂറിന്റെ ഒക്കെ അച്ഛൻ, ശ്രീദേവിയുടെ പുള്ളി പറയണ്ടായേ ഹിന്ദി പടങ്ങൾ ഇപ്പൊ പുള്ളി തമിഴ് പടങ്ങൾ കുറെ എടുക്കുന്നുണ്ട്. പറഞ്ഞത് സൗത്ത് ഇന്ത്യയില് ഒരു ഹീറോയ്ക്ക് അല്ലെങ്കിൽ ഒരു നായകന് അയാളുടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അയാളുടെ പടങ്ങളിൽ കാണുന്ന ഒരു ലോയൽ ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്ര രൂപ ഇറക്കിയാൽ അതിനുള്ള കളക്ഷൻ എന്തായാലും വരുന്നു, എത്ര അട്ടർ ഫ്ലോപ്പ് പ്രൊജക്ട് ആയാലേ. അപ്പൊ അതാണ് അയാൾ ഈ വാലിമയോ അത് ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും പോലെ നഷ്ടം വന്നാണില്ല. ഈ വിജയുടെ പടങ്ങളെല്ലാം കണ്ടില്ലേ, ഈ സർക്കാർ മറ്റേ തേങ്ങ വാങ്ങ എല്ലാം ഒരു 10-200 കോടിക്ക് വരെ കളക്ഷൻ ഉണ്ട്. വലിയ രസവും ഉള്ള പടങ്ങളായിരിക്കില്ല. സർക്കാരൊക്കെ ശരിക്കും ഭയങ്കര നന്നാക്കി എടുക്കാൻ പറ്റുന്ന സിനിമയാ. മോശം സിനിമയാന്നല്ല പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഹിറ്റ് പടമാണ്. പക്ഷെ വേറൊരു തരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു സിനിമയായിരുന്നു അത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് തീരെ എൻഗേജ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം അതിപ്പോ ഇങ്ങനെ നീ കമ്പയർ ചെയ്യേണ്ട അറിയോ. മറ്റേ പടം, അയ്യോ നമ്മൾ ഇന്നാളെ ഇരുന്ന് കണ്ടേ, മറ്റേ 2008 മറ്റേ അമേരിക്കയിലെ മറ്റേ മൊത്തം എക്കണോമിക് ക്രാഷ് ആയ സിനിമയില്ലേ, എന്തായിരുന്നു? ബിഗ് ഷോട്ട് എന്നുള്ള സിനിമയ്ക്ക് എടുത്ത ഒരു രീതി ഉണ്ടല്ലോ, ആ സെയിം സാധനം ഇപ്പൊ നീ വിജയിനെ പ്ലേസ് ചെയ്ത് അൺനെസസറി ഇപ്പൊ 3-4 ക്യാരക്ടേഴ്സിനെ പാരലലി പോകുന്ന ഒരു സിനിമയല്ലേ. ഇതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ ക്രിസ്ത്യൻ ബെയിലിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ ക്യാരക്ടർ വിജയ്ക്ക് കൊടുത്ത്, ആ ക്രിസ്ത്യൻ ബെയിലില്ല, മറ്റേ ഓഫീസിലെ ആളില്ലേ, മറ്റാള് ഓഫീസിലുള്ള ആള്, മറ്റാള്, അയ്യോ
വിൽഫാരലോ? എന്തായിരുന്നു അയാളെ പേര്? ആളെ മനസ്സിലായില്ലേ? ആ ആ ആ, അയാളെ സ്ഥാനത്ത് വിജയനിട്ട്, ആ. എന്നിട്ട് ഈ അന്നസ്ത്രയുള്ള സ്റ്റീവ് കാരലോ? സ്റ്റീവ് കാരല് ആ. മറ്റേ ക്രിസ്ത്യൻ ബെയിലിനെയും മറ്റേ ചങ്ങായിമാരെയും ബ്രാഡ് പിറ്റും ഒക്കെ പോയി. ഉം. എന്നിട്ട് ഫുൾ ലെങ്ത് വിജയ് പടം, വിജയ്. എന്നിട്ട് കുറെ പാട്ടൊക്കെ ആഡ് ചെയ്ത് ലാസ്റ്റ് ഒരു വൺ എൻഡിങ് എൻഡ് ചെയ്യുന്നു. ഭയങ്കര BGM ഒക്കെ ഇട്ട് ഇയാള് വെന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സ്റ്റീവ് കാരലിന് ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ അയാൾക്ക്, പക്ഷെ അയാള് ബുദ്ധിമാനായ ഒരു ആളാണ്, അതിന്റെ അകത്ത് ഒത്തിരി വിവരമുള്ള ആര്? ആളാണ്. ക്രിസ്ത്യൻ ബെയില്? അല്ല, സ്റ്റീവ് കാരല്. ഓ, സ്റ്റീവ് കാരല്. ആൾക്ക് ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്, ആൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സ് ഒക്കെ എന്തായിരിക്കും വിജയവർത്തിലെ മറ്റേ കോമഡി ക്യാരക്ടേഴ്സ് ആയിരിക്കും. മനസ്സിലായ ഞാൻ ഉദ്ദേശിച്ച്? മനസ്സിലായി എനിക്ക്. മനസ്സിലായി. പടം പൊട്ടു. ഈ പടം പൊട്ടു. അല്ല, നിനക്ക് സർക്കാർ പണം ഇങ്ങനെയാക്കി എടുക്കാം. ഓ, അങ്ങനെ. മനസ്സിലായോ? നിനക്ക് ഏത് രീതിയിൽ എടുക്കാലോ. ഏത് സർക്കാർ? അത് സർക്കാർ ഇച്ചായിരുന്നു. സർക്കാർ കഴിഞ്ഞിട്ട് എന്നിറങ്ങിയത് മെർസല്, ബിഗില്. സർക്കാർ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇറങ്ങി. അല്ലെ, ഈ ഒരു ഗ്യാപ്പില് കുറെ ഇങ്ങനെ പടച്ചു വിട്ടോണ്ടിരിക്കണതിന്റെ ഇടയിൽ ഇറങ്ങിയിരുന്നു. പക്ഷെ ഇതൊന്നും കളക്ഷൻ വൈസ് ഡൗൺ ആയിരുന്നില്ലേ? എല്ലാത്തിനും ആള് കയറണ്ടായി. അയ്യോ, ഈ സമയത്തൊക്കെ സൂര്യ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പടം ഇറങ്ങിയല്ലോ, സൊടക്ക് മേലെ സൊടക്ക് എന്നൊക്കെ പറഞ്ഞ പാട്ടുള്ളവരോടൊക്കെ. അയ്യോ, ഒരു ആരും കണ്ടിട്ടില്ല ഒന്നും. കഴിഞ്ഞെന്തോ എതർക്കും തുനിന്തവനോ എന്നൊക്കെ പറഞ്ഞോട്ട് ആരും കേട്ടിട്ടില്ല. #ET എതർക്കും തുനിന്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പാട്ട് എല്ലാരും കേട്ടിട്ടുണ്ട്. അതൊക്കെ പൊട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ സൂര്യ അന്നത്തെ ഒരു 7ാം അറിവ് ലെവൽ വെച്ച് നിൽക്കുമ്പോ എവിടെ എത്തേണ്ട ആളാ? ഇപ്പൊ ശിവകാർത്തികേയന്റെ പോലും കളക്ഷൻ ഇല്ല. ശിവകാർത്തികനൊക്കെ എങ്ങനെയെങ്കിലും എന്തൊക്കെയോ കാട്ടിക്കുട്ടിയോടെ പോകണ്ടല്ലോ നല്ല രീതിയിൽ. സൂര്യ എവിടെ എത്തണ്ട? ശിവാർത്തിന് പ്രൊഡ്യൂസിങ് കമ്പനി ഒക്കെ ഇല്ലേ? നല്ല പൈസ ഉണ്ടാക്കണ്ടെന്നോ. നല്ല നല്ല വരുന്ന വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അവനൊരു ഇതുണ്ട്, പക്ഷെ കേരളത്തിലേക്കൊന്നും ഒരു അനക്കില്ല ശിവാർത്തി. അറിയാം, അത് തന്നെ. പക്ഷെ ശിവാർത്തിന്റെ പടം കാണാൻ പോകുന്നൊരു ഇവിടെ ഇല്ല, നാട്ടിലില്ല. ധനുഷ് അതുപോലെ തന്നെ ഒരാളാണ്. അതായത് പയ്യെ 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 കരിയോഗ്രാഫി മുകളിലോട്ട് പോകണം, എന്നാ വലിയൊരു സൂപ്പർ സ്റ്റാറും ആവണില്ല, എന്നാ മോശം പറയിപ്പിക്കില്ല. മറ്റേ പടത്തിലെ അടിപൊളി ഏതാ? സെക്സി തമിഴ് ഫ്രണ്ട് ക്രിസ്ത്യൻസ് വിളിക്കുന്നത് ധനുഷിനെ. ഓ, ദ ഗ്രേ മാൻ. അയ്യോ, അത് ഞാൻ ധനുഷ് ഫാനൊന്നല്ല, പക്ഷെ കണ്ടപ്പോ അയ്യോ, അവിടെ വരെയൊക്കെ എന്തെങ്കിലും ഒരു ഹോളിവുഡ് അടുത്തേക്ക് എന്താ നന്മ നിറഞ്ഞ കൊണ്ടുവരുന്നത് അത് അവസാനം. അയ്യോ, ഈ പണിക്ക് ഞാനില്ല, ഞാൻ പോവാണ്. ഇത് ചതിയാണെന്ന്. എന്റെ ജോലി എന്താ? അന്തസ്സുള്ള കൊണ്ടാ. അയ്യോ, രസമായിരുന്നുണ്ടാ. നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സ് വന്ന് ഇപ്പൊ എന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് ഞാൻ കൊടുക്കണം ഈ പടം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പൊ നെറ്റ്ഫ്ലിക്സ് അറിയോ, ഇതിൽ ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരും ഒന്നും ഇല്ലല്ലോ. ഇവൻ ഇന്ത്യക്കാരനാക്ക്, മറ്റവൻ ആഫ്രിക്കനാക്ക്. ഒരു സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റി 2 ഇന്ത്യൻ കോമഡി ഒക്കെ ഇട്ട് 2 ഇന്ത്യൻ ഡയലോഗ് ഒക്കെ കയറ്റിട്ട് വാന്ന് പറയോ. പിന്നെ വേറെ 2 ഞാൻ പറയണില്ല. കാര്യം എന്താ അറിയോ, നീ ആലോചിക്ക്, ഇന്ത്യയില് 1 മാർക്കറ്റ് ഇവർക്ക്. സത്യം. ഇന്ത്യയിലൊരു പിടിച്ചോണെങ്കിൽ എന്താ, ഇന്ത്യക്കാരെ കൂടി ഒന്ന് നൈസായിട്ടൊന്ന് തലോടി പോയാ അതെ, ആ വഴിക്ക് കിട്ടില്ലേ. അതെ, ഇപ്പൊ ഒരു ഇന്ത്യയില് പ്രൈസും കുറച്ചില്ലേ? ഇല്ലേ, ഈ അടുത്തൊരു ഇത് കണ്ടായിരുന്നേ. ഇപ്പൊ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വേറെ വഴിക്ക് പോയി. കാര്യം പണ്ടോട്ട് ഹോട്ട്സ്റ്റാർ ആൾക്കാർ ഉപയോഗിക്കണോണ്ട് ഇന്ത്യൻ ചാനലുകളും ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എന്തോ പ്രൈമിനേക്കാളും വളർച്ച നെറ്റ്ഫ്ലിക്സിനാണ്. അപ്പൊ ഞാൻ വിളിച്ചു, പ്രൈം അല്ലേ കുറച്ചും കൂടി അഫോർഡബിളും, പിന്നെ ആമസോണിന്റെ കുറെ സേവനങ്ങളും ഉണ്ടല്ലോ. പക്ഷെ പ്രൈമിന്റെ ഈ കുറെ റെന്റ് പരിപാടികളും അത് ഇതൊക്കെ ആൾക്കാർക്ക് മടുപ്പിച്ചിരിക്കും. പക്ഷെ നെറ്റ്ഫ്ലിക്സ് അതല്ല, കൊടുക്കണ പൈസക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. നീ ഒരു സിനിമ ആണോ നീ സെർച്ച് ചെയ്യുന്നത്? സിനിമയിലുണ്ട്, പക്ഷെ എന്താണ് എക്സ്ട്രാ ഇട്ടുകൊണ്ട്. അതാ ദേഷ്യം തന്നെ. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ദിസ് ടൈറ്റിൽ ഇസ് നോട്ട് അവൈലബിൾ. ഓക്കെ, ശരി. പക്ഷെ അതല്ല, ടൈറ്റിലും ഉണ്ട്, സിനിമയുണ്ട്, പൈസ എക്സ്ട്രാ എടുത്തോ. റെന്റ് ആണ്. DVD കിട്ടാ പോരെ? അത് തന്നെ കഷ്ടപ്പെട്ട് ആൾക്കാര് ഓൾറെഡി കാശം കൊടുക്കുന്നുണ്ട്, പിന്നെ പൈസ കൊടുക്കണം. അത് തന്നെ. ഇവരെന്താണ്, ഒന്നില്ലെങ്കിൽ കുറച്ച് ചാർജ് കൂട്ടി ഇതാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇത്രയും പരാതി പറയില്ല. ഇത് അല്ലെങ്കിൽ ഒരു 1-2 പോണ്ട് ഒരു സിനിമയ്ക്ക് 1 പൗണ്ട് വാങ്ങി ആയിക്കോട്ടെ, ചിലപ്പോ ഞാൻ കാണിയിരിക്കും 1 പൗണ്ടല്ലേ പുല്ല് പോട്ടെ.
എന്താണ് ചെറിയ പൈസ ഒന്നല്ല. ഇതിപ്പോ ഭൂരിഭാഗം പുതിയ പടങ്ങളൊക്കെ റെന്റായി. എല്ലാരും ഞാൻ ആമസോൺ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, ഞങ്ങൾ അഞ്ഞല്ലേ. അതെല്ലേ. ഞാൻ ഡിസ്നി എടുത്ത ലാസ്റ്റ്. നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി ഉണ്ട് നമ്മുടെ ടിവിയില്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് എടുത്താനെ. ഡിസ്നി ആകുമ്പോ മാർവൽ സിനിമാസ് കാണാം, പിക്സറിന്റെ സിനിമകൾ കാണാം, പിന്നെ കൊറേ പഴയ സിനിമകളുണ്ട്, കൊറേ നല്ല സിനിമകൾ, അതൊക്കെ കാണാം. പിന്നെ നാജിയോ കിട്ടും അതിന്റെ അകത്ത്. നാജിയോടെ കുറെ ഡോക്യുമെന്ററീസും കാര്യങ്ങളൊക്കെ അവരൊക്കെ ഡിസ്നി എടുത്തായിരുന്നല്ലേ. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടേ സിനിമകളെ പറ്റി. ഫൈനലി എന്താണ്, സൂപ്പർ ഹീറോ യുഗം അവസാനിച്ചു, എനിക്ക് ഓപ്പൺ ഹൈമറും ബാർബിയും ഡ്യൂൺ 2ഉം തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടേ. അതായത് സിനിമയുടെ ഒരു വേറൊരു നല്ല കാലം തുടങ്ങി എന്ന് പറഞ്ഞിട്ടേ. കാര്യം സൂപ്പർ ഹീറോ സിനിമകള് കുറെ നടന്മാർ ഇപ്പോ രംഗത്ത് വരുന്നുണ്ടല്ലോ. നടന്മാര് പഴയ, അതായത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ജനറേഷൻ. സൂപ്പർ ഹീറോ യുഗം എത്തിക്കഴിഞ്ഞപ്പോ ആൾക്കാർ വേറെ രീതിയിലാണ് സിനിമകളെ കാണുന്നത്. മറ്റു പടങ്ങള് വേറെ ജെനുവിൻ ബ്ലോക്ക് ബസ്റ്ററുകൾ ഉണ്ടാവണില്ല. ശരിയാ, മറ്റേ സിനിമയൊക്കെ ഇറങ്ങിയല്ലായിരുന്നോ, ടോം ക്രൂസും എഡ്ജ് ഓഫ് ടുമോറോ. അപ്പൊ ഇപ്പോ ഈ പറഞ്ഞ മാർവൽ ഒന്ന് ഡൗൺ ആയി, DC പണ്ടേ ഡൗൺ ആണ്, മാർവൽ ഡൗൺ ആയപ്പോഴേക്കും വേറെ പടങ്ങള് ആൾക്കാർ കണ്ടു തുടങ്ങി എന്നുള്ളൊരിതായേ. ഒരു കണക്കിന് പുതിയ പടങ്ങൾ വരുന്നത് നല്ലതാണ്. ഇപ്പൊ എനിക്കിഷ്ടമായിരുന്നു മാർവല്. ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ പുതിയ ഫേസിൽ ഇപ്പൊ ക്ലിക്ക് ആയത് ആരൊക്കെയാ? മൂൺ നൈറ്റ് ക്ലിക്കായി, ഷാങ്ചി ക്ലിക്കായി, ബാക്കി പിന്നീട് ക്ലിക്ക് ആയതൊക്കെ അവഞ്ചേഴ്സിലുള്ള ആൾക്കാർ തന്നെ. ലോക്കി ക്ലിക്ക് ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ഏതാ ക്ലിക്കായ സിനിമ? ബാക്കിയെല്ലാം ഭയങ്കര, ഒന്നാമത് റിവ്യൂ ആരംഭമായിരിക്കും, അല്ലെങ്കിൽ സിനിമ ഫ്ലോപ്പ് ആയിരിക്കും. ഇത് രണ്ടും മീറ്റ് ചെയ്ത്, ഒന്ന് ലോക്കി സീരീസ്, മൂൺ നൈറ്റ് ഉണ്ടായിരുന്നില്ലേ ഒരു പാകിസ്ഥാൻകാരി മിസ് മാർവലോ. അയ്യോ, അതൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഷീഹൾക്ക് കണ്ടില്ല, എനിക്ക് കാണാൻ തോന്നുന്നില്ല. ഷീഹൾക്ക് ഞാൻ കണ്ടെന്തറിയോ, ഹൾക്ക് ഭയങ്കര ഇഷ്ടമായുണ്ട്. ആ സംഭവം എന്ന് പറയാൻ വേണ്ടി മാത്രം ഇരുന്ന് കണ്ട്. ലാസ്റ്റ് നീ കണ്ടിരിക്കണം, നിന്നെ ഇങ്ങനെ ഒരു നിനക്കൊരു വിലയില്ല, കണ്ടിട്ട് നീ പൊട്ടൻ, നീ അപ്പൊ ഞാനാരാ, ഞാനത് നീ കാണുന്നെന്തിനാ, എനിക്ക് ഞാൻ പൈസ കൊടുത്ത് കാണുന്ന എനിക്കൊരു വിലയില്ലെന്നായി പോകും. ലാസ്റ്റ് ഒരു സിനിമ നിനക്ക് ഇഷ്ടപ്പെടാണ്ടാവും, ഫ്ലോപ്പ് ആവും, നിനക്ക് റിവ്യൂ പറയാ. ഇതുണ്ടല്ലോ നിന്നെ മണ്ടനാകും ലാസ്റ്റ്. എടാ ട്വിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ മിസ്റ്റർ റോബോട്ടിലൊക്കെ അങ്ങനെയാ, ക്ലൈമാക്സിൽ ഫസ്റ്റ് സീസൺ എൻഡ് ചെയ്യുന്നത് നീ ഭയങ്കര അയ്യോ ഇങ്ങനെയായിരുന്നോ, അപ്പൊ ഇത്രയിരുന്ന കണ്ട കഥയൊക്കെ പെർസ്പെക്റ്റീവ് മാറും. അങ്ങനെ ഒരു സിനിമകളുണ്ട്. ഇത് അതൊന്നും അല്ലടാ, നിന്നെ പൊട്ടനാകും. ഷീഹൾക്ക് ഉണ്ടല്ലോ മൊത്തം മാർവൽ സ്റ്റുഡിയോയിലേക്കൊക്കെ കയറി പോണ്. ഡെഡ്പൂൾ ചെയ്യുമ്പോ എന്താണ്, ആ മൊത്തം സിനിമ എങ്ങനെയാ, ഡെഡ്പൂൾ ഒരു കല്യാണി തോന്നൂല, ഡെഡ്പൂൾ അങ്ങനെയാണ്, ആ ഒരു യൂണിവേഴ്സ് അങ്ങനെയാ ഡെഡ്പൂളിന്റെ. ഇത് ഇത്രയേറെ സീരിയസ് ആയി വന്ന് എല്ലാം സക്കവേ ഗോഡ്സും അതും ഇതൊക്കെ പറയും സിവിൽ വാറിലുള്ള. എന്നിട്ട് ലാസ്റ്റ് ഉണ്ടല്ലോ ഇത് ഇറങ്ങി പോയിട്ട് മാർവൽ സിഇഒനെ കാണാം, കഥ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് കയറി പോണ്. തമാശയായിരുന്നല്ലേ. എന്താണ് എനിക്കൊന്നും അറിയണ്ട. എന്തൊക്കെയോ ഒരു പേരിന് വേണ്ടി. അതായത് ഡിസ്നി പ്ലസ് തുടങ്ങിയപ്പോ ഡിസ്നിയുടെ ഉള്ളൊരു തുറുപ്പ് ചീട്ടായിരുന്നു. ഓരോ കഥാപാത്രങ്ങൾക്കും ഇങ്ങനെ വിലയില്ലാത്ത കഥാപാത്രം, വിലയില്ലാന്നല്ല, ആവറേജ് കഥാപാത്രങ്ങൾക്ക് ഒരു ചെറിയ ഇത് കൊടുത്ത് ഇങ്ങനെ എന്താണ് പൊന്മുട്ടിടുന്ന താറാവായിരുന്നല്ലോ. ഇങ്ങനെ സ്റ്റാർ വാഴ്സിന് ഇങ്ങനെ പിഴിഞ്ഞ് 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 അത് തീർന്നു, അത് ചത്ത്, എന്നിട്ടും പിഴിഞ്ഞോണ്ടിരിക്കുകയാണ്. മാർവൽ ഓൾറെഡി ഇപ്പോ എന്താണ് അല്ല അവർ മനസ്സിലാക്കണം, വെറുതെ പടച്ചു വിടാണ്ട് കണ്ടന്റ് വേണം, എന്തെങ്കിലും ഒരു സാധനം വേണം. അതെ, എന്തെങ്കിലും ഒരു ലോക്കി ഇറക്കിയപ്പോ ഇതായിരുന്നു, അയ്യോ എന്താണ് സംഭവിച്ചത്, അത് കഥയായിട്ട് അത്ര ഇൻവോൾവ് ആയി പോയിക്കൊണ്ടിരുന്ന സാധനം. പിന്നെ മറ്റേ ആളുണ്ടായിരുന്നില്ലേ ഹോക്കൈ, ഒരു താല്പര്യമില്ല അയാളുടെ ഒന്നും കാര്യം അറിയാം. ഒന്നില്ലെങ്കിൽ അയാളുടെ കഥ പറയാ, ഇതെന്താ വേറെ പെണ്ണിന്റെ കഥ പറഞ്ഞ ആ വഴിക്ക് അങ്ങനെ പോയി. പിന്നെ മറ്റേ ഇറങ്ങിയിരുന്നല്ലോ ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജർ. അത് ഞാൻ വിന്റർ സോൾജറിന് ഇഷ്ടമുള്ളതോട് മാത്രം കണ്ടതാ. ആണോ? എനിക്ക് മറ്റവന് ഇഷ്ടമില്ലാത്തോടെ കാണാതിരുന്നതാ. അവൻ ഞാൻ അംഗീകരിച്ചിട്ടില്ല ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട്. എനിക്ക് അവന് ഷീൽഡ് കൊടുക്ക, എന്റെ ക്യാപ്റ്റൻ കൊടുക്കല്ലേ ക്യാപ്റ്റൻ. അയ്യോ ഇവനേതാ, ഇവനൊന്നും കൊടുക്കാൻ പറ്റൂല. അതായിരുന്നു എന്റെ അവസ്ഥ. അയ്യോ ആ എങ്ങനെ സിനിമ. ആ സിവിൽ വാറിലൊക്കെ ഒരു മൊമെന്റ് ഉണ്ട്, ആൻഡ്മാനെ റിയലൈസ് ചെയ്യുന്ന നോക്കുന്നത്. അയ്യോ അപ്പൊ മിണ്ടൂല, ഭയങ്കര അതുവരെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അയ്യോ എനിക്കൊന്നും ദേഷ്യം. ഞാൻ ആ പടം കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ അയൺമാന്റെ ആരാധകനും കൂട്ടുകാരൻ രാഹുലിന്റെ കൂട്ടുകാരൻ ഇതായിരുന്നേ
ക്യാപ്റ്റൻ ഇവന് ഭയങ്കര സന്തോഷം അയൺമാനെ പിടിച്ചിടിക്കണേല്. എനിക്ക് സങ്കടവും തന്നെ. കാര്യം അയൺമാൻ എല്ലാം നഷ്ടപ്പെട്ടല്ലോ ഇത് കാണിച്ചിട്ടിരുന്നപ്പോ. അയ്യോ. കാര്യം സിനിമ തുടങ്ങുന്ന തന്നെ ആൻഡ്മാൻ ഒരു ഡിസപ്പോയിന്റ്മെന്റ് കാണിച്ചിട്ട് ആരും അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ പഴയ മറ്റേ ഡി ഏജിങ് സാധനം കാണിച്ചിട്ടുള്ള ഉണ്ടല്ലേ ആ ഒരു ഇമോഷൻ ശരിക്കും വർക്കൗട്ട് ആയതിനകത്ത്. ശരിക്കും പറഞ്ഞ അയൺമാന്റെ അച്ഛന് പണ്ട് ഫസ്റ്റില് സെക്കൻഡിലൊക്കെ എന്തോ കുറച്ച് സീനുകളൊക്കെ എന്തോ ഫ്ലാഷ് ബാക്ക് കാണിച്ചു പോകണ്ടെങ്കിലും അതായിരുന്നു മാർവലിന്റെ ഒരു ഇതേ. ഈ അയൺമാൻ ഫസ്റ്റിലോ സെക്കൻഡിലോ എന്തോ ഇങ്ങനെ കുറെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാണിച്ചു പോകുന്നുണ്ട്. അതിനകത്തൊരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാണിക്കുന്നുണ്ട് അച്ഛനമ്മ കാർ ആക്സിഡന്റിലാണ് മരിച്ചെന്ന്. പിന്നെ ഒരു 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിന്റെ റീസൺ ബക്കി ആയിരുന്നുള്ളൊരു എക്സ്പ്ലനേഷൻ. അയ്യോ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ശരിക്കും. അതേപോലെ തോറ് നശിപ്പിച്ചെന്ന് വെച്ചാൽ നശിപ്പിച്ച് ജോക്കർ പോലെയാക്കി തോർന്ന അതിൻ്റെ അകത്ത് ലവ് ആൻഡ് തണ്ടറില് കോമഡി പറയാനുള്ള ഒരു ക്യാരക്ടർ, ഭയങ്കര മസിലും ശക്തിയൊക്കെ ഉള്ള ഒരു പൊട്ടൻ ക്യാരക്ടർ അങ്ങനെയാക്കി. കാര്യം ഞാൻ നോക്കുന്ന മാർവൽ കോമിക്സില് സിനിമയിലിട്ടാ ഇത്രയും എന്താ പറയാ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ഒരു വേറെ ക്യാരക്ടർ ഇല്ല. അതായത് ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയ അവസ്ഥയില് അച്ഛൻ മരിച്ച് അമ്മ മരിച്ച് അനിയൻ വില്ലനായി, മൊത്തം രാജ്യം പോയി, രാജ്യത്തിലെ പ്രജകള് പോയി, കാമുകി പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഇവന് ഡിപ്രഷനിലേക്ക് അങ്ങനെ കണ്ട താനോസിനെ ആരും ഇവന് കൊല്ലാൻ പറ്റുന്നില്ല. താനോസിനെ കൊല്ലുന്ന ഇവനല്ലല്ലോ, അയൺമാൻ അല്ലേ. ശരിയാണ് തല ഇറക്കുന്നുണ്ട്, എന്നാലും മൊത്തത്തിലുള്ള ഇത്രയായിട്ട് എന്തോ ഒരു സാധനമായി പോയി. അയ്യേ എനിക്ക് അതാണ് മനസ്സിലാവാത്തതേ. അങ്ങനത്തെ ഒരു പടം പോലും കാണാൻ തോന്നുന്നില്ല. തോർന്ന പറഞ്ഞ നമ്മള് ചെറുപ്പം തൊട്ട് ഇങ്ങനെ കണ്ടുവന്നൊരു മെയിൻ ക്യാരക്ടറിന്റെ പടം. ഞാൻ അത്ര ഹൈപ്പിലിരുന്ന് കണ്ട പടം അത്. അതെ. അയ്യോ പുതിയ തോറില്ല തണ്ടർന്നൊക്കെ പറഞ്ഞു. നമ്മളെല്ലാരും ഒരു തോറിന്റെ എന്താണ് തോർ 3 പോലത്തെ ഒരു ഇതാ പ്രതീക്ഷിച്ചത്. തോർ 3ന്റെ പേരെന്തായിരുന്നു അതൊക്കെ മറന്നുപോയി. തോർ 3 നാളെ ഞാനും പറയുന്നുണ്ട്. ആണോ? ഡാർക്ക് വേൾഡ് ആയിരുന്നു സെക്കൻഡ്. റാഗ്നറോക്ക്. അതെ ആ പേര് അടിപൊളിയായിരുന്നു റാഗ്നറോക്ക് അല്ലേ? സെക്കൻഡ് ഒരു ഏവറേജ് ആയിരുന്നു, തേർഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ തോറ് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ അവഞ്ചേഴ്സിനും വന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് റോള് ഒക്കെ ഉള്ള ഒരാളായിരുന്നു തോറ്. അതായത് ക്യാപ്റ്റൻ വരെ നല്ല രീതിയിൽ റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളെ ഇമേജ് ആയിരുന്നു. ഒരു ദൈവമാണല്ലോ. ഇവര് 3 ആയിരുന്നല്ലോ അവഞ്ചേഴ്സിന്റെ മെയിൻ ആൾക്കാര്. ആൻഡ്മാന്, ക്യാപ്റ്റൻ അമേരിക്ക, തോറ്. ഹൾക്ക് ഉണ്ടെങ്കിൽ കൂടി ഇവരാണ് ഒരു പില്ലേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് ഹൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആണോ? ഞാൻ ശക്തിയല്ല പറയുന്നത്, അതല്ല ഉദ്ദേശിച്ചേ. അവഞ്ചേഴ്സ് ഫസ്റ്റില് കാര്യം ഈ അയൺമാന് ഹൾക്കും കൂടി ഒക്കെ ഉള്ളോ എന്തൊക്കെ സാധനങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നത്. അതേ കണ്ടപ്പോ ഹൾക്ക് സോളോ പടം കിട്ടിയിട്ടില്ല ഇതുവരെ. ഇൻക്രെഡിബിൾ ഹൾക്ക് കിട്ടിയായിരുന്നു, അത് പൊട്ടിയും പോയി. ആണോ? പൊട്ടനെ ഫ്ലോപ്പായിരുന്നു. രസമായിരുന്നു, ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാലും ചാകടിപ്പടം ഒരു 4-4:30 ഇടാം, ഒരു 5:30 മണിട്ട് പോവാം. അതെ അതന്നെ സാധനം. അയ്യോ അതിനകത്ത് മറ്റാളായിരുന്നില്ലേ എഡ്വാർഡ് നോർട്ടൺ, അയാള് നിർത്തിപ്പോയി. പക്ഷെ അത് ഭയങ്കര അത്ഭുതമായിരുന്നു അല്ലെ. ഇയാളൊരു പാവത്താൻ ലുക്കല്ലേ അയാളൊക്കെ അത് എടുത്തു നന്നായി. അല്ലെങ്കിൽ അയാളൊന്നും എനിക്ക് വന്നില്ല ഇങ്ങനെയൊക്കെ തന്നെ. ഈ മാർക്രഫല്ലോ ഞാൻ ഫസ്റ്റ് അഞ്ചേഴ്സ് കാണുമ്പോ ഞാൻ എന്റെ ചേട്ടനുണ്ട് കേട്ടാ, ഇവന് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഞാൻ ഇങ്ങനെ കാണുമ്പോ ഇതാരാ ഇവനേതാ സത്യം ഫസ്റ്റ് അവഞ്ചേഴ്സ് ഡൗട്ട് ആയിരുന്ന കാര്യം. അപ്പൊ ഇയാളെ അവിടുത്തെ ഭയങ്കര നടനാ. അയ്യോ ഞാൻ അയാളുടെ അതല്ലാതെ അധികം സിനിമകൾ ഇപ്പോഴും കണ്ടിട്ടില്ല. ബിഗ് ഷോട്ടിൽ അയാളുണ്ടാ? അയാളെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബിഗ് ഷോട്ട് അല്ലല്ലോ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ തന്നെ പള്ളിയിൽ അച്ഛന്മാരുടെ ഒരു പ്രശ്നമുള്ളൊരു പടമുണ്ട്. അതിനകത്ത് ബിഗ് ഷോട്ട് അല്ല, ഇതുപോലെ തന്നെ ഒരു ഡോക്യുമെന്ററി സ്വഭാവമുള്ളൊരു പടം. അതിനകത്ത് ഇയാളുണ്ട് ഒരു പത്ര ജേർണലിസ്റ്റ് ആയിട്ട്. അത് കിടിലം പടം വരുന്നത്. ആ വർഷത്തെ മികച്ച നടനല്ല മികച്ച സിനിമയ്ക്കോ തിരക്കഥയ്ക്കോ എന്തോ ഓസ്കാറെ കിട്ടിയതാ. ഞാൻ ശരിക്കും എൻ ഗെയിം കാണാൻ പോകുന്നത് എന്റെ ഫൈനൽ സെം എക്സാമിന്റെ ഇടയിലാ. ഫസ്റ്റ് ഇൻഫിനിറ്റി വാർ ഇറങ്ങി, ആ ഒരു പെട്ടെന്ന് തന്നെ എൻ ഗെയിം ഇറങ്ങിയല്ലോ ഒരു വർഷത്തെ. ഇത് ഇറങ്ങിയിട്ട് മിസ് മാർവൽ അല്ല എന്തൊരു മാർവൽ ക്യാപ്റ്റൻ മാർവൽ അത്രയും കഴിഞ്ഞിട്ടല്ലേ ഇത് ഇറങ്ങുന്നത്. ആ ഒരു ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പൊ ഇൻഫിനിറ്റി വാർ ഇറങ്ങുമ്പോൾ ഓൾറെഡി എനിക്ക് ആ 4th ഇയർ 7th സെം എക്സാം മറ്റേ നടന്നുകൊണ്ടിരിക്കട്ടെ അങ്ങനെ എന്താണ്.
അത് ഞാൻ പ്രിന്റ് ഡൗൺലോഡ് ചെയ്തുണ്ട്. ഓ അങ്ങനെ തന്നെ. അതായത് എനിക്ക് കാണുവാണോ സ്പോയിലറും കാണാൻ പറ്റില്ല, പുല്ല് പോവാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട്. ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ കണ്ട് എന്തൊക്കെ കാണിച്ച് കണ്ട്. അതെയോ? ആ പിന്നെ എന്താ കോട്ടയത്ത് പുല്ല് തുറന്ന് ഞാൻ കണ്ട്. തിയേറ്ററിൽ പോകാൻ പറ്റില്ല അത്. ഈ എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് 8th സെമ്മിന്റെ എക്സാം സമയത്താണ് ഈ എൻ ഗെയിം പുല്ല് ഇറങ്ങുന്നത്. ആണോ? പിന്നെ എക്സാം പുല്ല് ഇത് ഞാൻ കാണില്ല, ഞാൻ ഉറപ്പായിട്ടും പോയി കാണണം എന്ന് ഓർത്ത്. എക്സാമിന്റെ ഇടയിൽ 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അന്ന് ഈറോഡിന്ന് കോയമ്പത്തൂർ ട്രെയിൻ കയറി പോയിട്ട് അതെ. ഞാനും മറ്റേ ബംഗ്ലാദേശിലുള്ള ഒരു ചങ്ങയുണ്ട്, ബംഗ്ലാദേശില് ഒരു ചങ്ങയുണ്ട്, ഇവനും ഞാനും ശ്രീശോഭും ഉണ്ട്. ഞങ്ങള് മൂന്നും കൂടി ശ്രീശോഭ അല്ല വേറെ പുള്ളിയുണ്ട്, ആകാശാവുണ്ട്. ഞങ്ങള് 3 പേരും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കണ്ട് കഴിഞ്ഞാൽ തിരിച്ചൊന്ന് ആനിമേ മരിച്ചില്ലേ. ഓ ഞാൻ കട്ട ആനിമേ ഫാനല്ലേ, ഞാൻ രാത്രി കരയണ്, അയ്യോ ആനിമേ തീർന്നേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സീരി പിന്നെ ആലോചിച്ച് ഏതാ കൊച്ചിന് ഇങ്ങനെ ഒരു ഹോളോഗ്രാം കാണിക്കുന്നില്ലേ, ഇങ്ങനെ കാണിച്ച് എണീറ്റൊക്കെ പോകുന്നത്, ഭയങ്കര ഇതായിരുന്നല്ലേ. അതൊക്കെ കണ്ട് ഭയങ്കര സങ്കടം. എന്നോട്ട് ഇതൊക്കെ തമിഴ്നാട്ടിലെ എക്സ്പീരിയൻസ് എങ്ങനെയാ തിയേറ്ററില്? ഇംഗ്ലീഷ് ആയിരുന്നു ഞാൻ കണ്ടത്. അതല്ല, ഉറപ്പ് വരുത്തി ഇംഗ്ലീഷ് ആണ്. തമിഴ് ഓഡിയൻസ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ പടങ്ങൾ? അന്ന് തമിഴ്നാട്ടിൽ ഇറങ്ങി ഞാൻ ഇൻസ്റ്റൊക്കെ എടുത്തപ്പോ ഇങ്ങനെ, അതായത് ഈ മാർവൽ കോമിക്സ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ കാണുമല്ലോ. എന്തോ ഒരു സിനിമ, ഒരു ഡിസ്നി സിനിമ എന്നൊക്കെ ഓർത്ത് പോയി കാണുന്നവരുണ്ടല്ലോ, പിക്സർ സിനിമയൊക്കെ പോലെ. അവരും അറിയണ്ടായിരുന്നു വിജയ് സേതുപതി നടക്കണം, വിജയ് സേതുപതി താനോസിനെ ഇടിച്ചിടുന്നൊക്കെ. വിജയ് സേതുപതിയോ? ഇവർക്ക് അറിയില്ലല്ലോ അതെന്താണെന്നും കാണുന്നവർക്ക്. ഓ പ്രായക്കാരും അല്ലടാ ചെക്കന്മാര് ഇങ്ങനെ ക്യൂല് നിൽക്കുക, സിനിമ കണ്ട തിരിച്ചിറങ്ങുമ്പോ ഇങ്ങനെ ക്യാമറ ഇട്ട് പോലോ റിവ്യൂ ചോദിച്ചിട്ട്. വിജയ് സേതുപതി അണ്ണൻ എനിക്ക് ഇറക്കം ഗവർ വന്ന് താനോസിനെ ഇടിച്ചിടിക്കുന്നൊക്കെ. ഫോണൊക്കെ എടുത്ത് അറിയാനോ ഇരുന്നോണ്ടിരുന്നത്. കാര്യം എൻ ഗെയിമിന് എന്തോ അവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഇംഗ്ലീഷ് പടങ്ങളിൽ എന്തോ ഇപ്പോഴും ടോപ്പ് 5 എണ്ണെന്നുണ്ടെന്ന്. ദൈവമേ, അപ്പൊ തമിഴ്നാട്ടില് ശരിയാണ് എല്ലായിടത്തും ഹിറ്റായിരുന്നു പടം. നീ ഇത് പറഞ്ഞ പെട്ടെന്ന് ആലോചിച്ചാ ഇവിടെയൊക്കെ നല്ല ശരിയാട്ടെ. ഞാൻ ഇംഗ്ലീഷാണ് കേറിയത്. ഇംഗ്ലീഷ് കയറുമ്പോ പൊതുവെ ഇവരങ്ങനെ ചിലപ്പോ എന്തായിരിക്കുന്നു വിജയ് സേതുപതി അല്ല തമിഴ് പടങ്ങൾ തമിഴ് ഡബ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അല്ല എന്താന്നറിയില്ല. അതല്ല പൊതുവെ ഇവിടെ തമിഴ് ഇംഗ്ലീഷ് തമിഴിലേ ഇറങ്ങുള്ളൂ, ഡബ് ചെയ്ത് ഇറക്കുള്ളൂ. ഇംഗ്ലീഷ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ട് കാലം മുതലേ അപ്പൊ ഇത് ഇംഗ്ലീഷ് എന്നുള്ളത് നോക്കി ബുക്ക് ചെയ്തിട്ടാ ഞാൻ പോയത്. അതാണ് കോയമ്പത്തൂർ വരെ പോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അപ്പുറപ്പുറക്കെ തിയേറ്ററിൽ ഇറങ്ങേണ്ട സാധനം. അതെല്ലേ. എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോ മെയിൻ സീനുകൾക്കും ഡയലോഗ്സിനൊക്കെ ക്ലാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആണോ? അതായത് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഞാനത് ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചിരുന്നേ, നിങ്ങള് സിനിമ കാണാൻ പോകുമ്പോ എന്താണ് ആൾക്കാർ ചിരിക്കോ കൈയടിക്കോ ചെയ്താലുള്ള നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഇവര് പറഞ്ഞത് ഡിപ്പെൻസ് ഓൺ ദ മൂഡ് പോലെ ഇരിക്കും. പക്ഷെ ഇൻ കേസ് ഒരാള് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ചിരിയും കൈയടിയൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ തിരിഞ്ഞെന്ന് പറയും, ശല്യപ്പെടുത്തരുത്. ഇവിടെ കുറച്ചും കൂടി ഇപ്പൊ ബാർബി കാണാൻ പോയിപ്പോഴേക്ക് ആൾക്കാർ ചിരിക്കാൻ കൈയടിക്കണ്ടേ, കാര്യം പടത്തിന്റെ സ്വഭാവതായതുകൊണ്ട്. വേറെ ടൈപ്പ് എനിക്കത് ഉണ്ടായിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമല്ല, ഞാനോട് ചെയ്യല്ല. ഇപ്പൊ ഞാൻ ഒരു സിനിമ തുടങ്ങുകയാണ്, മാക്സിമം ഞാൻ ഫോൺ ഉപയോഗിക്കാൻ ബാക്കിൽ ഇരിക്കുന്ന ലൈറ്റ് അടിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ. നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മുടെ ഫ്രണ്ടിൽ നമ്മളും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വന്നിരുന്ന് കാണാൻ ഫോണ്. തിയേറ്ററിൽ വരുന്ന കാണുന്ന പൈസ കൊടുത്ത് ആ ഒരു ആംബിയൻസിൽ അത്ര ഒരു തിയേറ്ററിൽ ഇരുട്ട് റൂമിൽ നിന്ന് കാണാൻ പറ്റാത്തത് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ചിരിക്കുന്ന ഓക്കെ, പിന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കൈയടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ ഡിസ്റ്റർബൻസ്, ഇപ്പൊ ഞാൻ കൂവാൻ നിൽക്കൂല, വിസിലടിക്കൂല, അതൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ അങ്ങനെ എനിക്ക് ഒറ്റ സംഭവം ഉണ്ടായി പറയോ, ദങ്കലിന്റെ ക്ലൈമാക്സില് നാഷണൽ ആന്തം ഇപ്പം അമീർ ഖാൻ ലോക്ക് ചെയ്ത് റൂമിൽ കുടുങ്ങി കിടക്കുമല്ലോ, ഇവരിത് അറിയുന്നത് നാഷണൽ ആന്തം ഫസ്റ്റ് കിട്ടുന്ന നാഷണൽ ആന്തം ആവില്ല, അങ്ങനെ ഇവൻ അറിയുന്നത്. അപ്പൊ മൊത്തം തിയേറ്റർ അങ്ങ് എണീറ്റുന്ന്. ഫുള്ള് കാണുന്നവരൊക്കെ എണീറ്റുന്ന്. അതായിടക്ക് ഉണ്ടായിരുന്നല്ലേ നാഷണൽ ആന്തം വെച്ചപ്പോ. ഇത് ഈ സമയത്താന്നും ഇല്ലായിരുന്നിട്ടാ, ദങ്കൽ ഇറങ്ങുന്ന ഇതില്ലല്ലോ. ഇത് ആ മ്യൂസിക് അല്ലേ ഉള്ളൂ, ആന്തം പാടില്ലല്ലോ, ഇൻസ്ട്രുമെന്റൽ അല്ലേ ഇറക്കുള്ളൂ. അപ്പൊ ഇവരിത് കണ്ട് കോരിത്തരിച്ച് എല്ലാരും എണീറ്റ്. ഞാൻ പുല്ലി എന്താണ് ഞാൻ എണീറ്റ്. അതന്നെ ആ സമയത്ത് എഴുന്നേറ്റില്ലെങ്കിൽ ഒരു മോശം രീതി ഉണ്ടായിരുന്നു. എഴുന്നേറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാര്യം സിനിമ എപ്പോഴും എണീക്കാൻ പറ്റുമോ? അതല്ല, സിനിമ തിയേറ്റർ അല്ലേ. ഓൾറെഡി ആ സമയത്ത് സിനിമ തുടങ്ങുമ്പോഴേ ഒരു നാഷണൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കൊണ്ട് എന്താ ഒരു ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല, എന്തിനാ അറിയാത്ത അല്ലേ. സിനിമ തിയേറ്ററിൽ കയറുമ്പോ അതിന്റെ ആവശ്യം എന്താ? എല്ലായിടത്തും വെക്കണമെന്നില്ല. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കണേ, ഇന്ത്യക്കാരാണ് വേറെ.
അറിയില്ല. അതേപോലെ എനിക്ക് ഡിസ്റ്റർബൻസ് ആയപ്പോഴറിയോ, അയ്യോ മറ്റേ പടം പൃഥ്വിരാജിന്റെ മറ്റേ ഹൊറർ മൂവി ഇത് വേണേ കട്ട് ചെയ്ത് കളയണോ? നാഷണൽ സെറ്റപ്പ് കട്ട് ചെയ്യാം. അത് വേണേ കട്ട് വേണേ ചെയ്യാം. cut ചെയ്യാം. ശരിയായതായിരുന്നു. ഞാൻ എണീറ്റ് നിന്നുള്ളാക്കുന്ന കട്ട് ചെയ്യാം ആ ആ തങ്കട കണ്ടിട്ട്. അല്ല ഞാൻ പറഞ്ഞത് എന്താ അറിയോ, മറ്റേ ഈ ഷോ സിനിമ എന്തായിരുന്നു, പൃഥ്വിരാജിന്റെ ഒരു ഹൊറർ മൂവി ഇറങ്ങിയത്, എസ്ര. എസ്ര. പുല്ലി എനിക്ക് അയ്യോ. ദേഷ്യം എന്നാ പറയൂ. എസ്ര കാണാൻ ഞാൻ പോയി കണ്ടപ്പോ എന്റെ ഈ ലെഫ്റ്റ് സൈഡ് മനസ്സിലായി. രണ്ട് പെമ്പിള്ളേരായിട്ടിരിക്കണേ. ഇവര് ഓ ഇങ്ങനത്തെ കേസ്. ഇവർ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കടാ. അതിപ്പോ അവിടെ ഇത് ഇങ്ങനെ ചിരിക്കണവര് ട്രോൾ ചെയ്ത് ചിരിക്കണേ. ശരിക്കാണെങ്കിൽ പുല്ല്. ഞാൻ പറയണോ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ഒരു പോയിന്റ് എത്തിയപ്പോ ഞാൻ പറഞ്ഞ് ഒന്ന് ചിരിക്കാണ്ടിരിക്കുമെന്ന് വെച്ച്, ഇത്രേ ചോദിച്ചുള്ളൂ. ആണോ? അപ്പൊ അത് അവർക്ക് എന്തോ ആയി. പറയുന്ന വിചാരിച്ചിട്ടില്ലല്ലോ ആരും. എടാ, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവര് കാര്യം ഒരു ഹൊറർ മറ്റേ സീനില്ലേ ഇങ്ങനെ തട്ടുപുറത്തുള്ള ഒച്ചൊക്കെ, അത് കിള്ളൻ തിയേറ്റർ ആയിരുന്നു. അപ്പൊ ആ സൗണ്ട് ഇങ്ങനെ സൗണ്ട് ഒക്കെ എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് എന്റെ പുറകിലാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട്. തിയേറ്റർ നമ്മുടെ നാട്ടിലുള്ള മാത്രം പ്രശ്നമുള്ളത്. അത് എനിക്കൊന്നും ആ ഒരു കൾച്ചർ അറിയാഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. കാര്യം എനിക്ക് പേടിയില്ലടാ എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഉറപ്പടം കാണുമ്പോൾ എന്താ പേടിക്കാനാണ്. പേടിച്ചു കഴിഞ്ഞാൽ അതുപോലെ വേറെ സെറ്റപ്പ് ഇല്ലേ, ഇപ്പൊ ഈ ലൈറ്റ് ഓഫ് ആക്കാണ് കൂക്കിടുന്ന വിസിലടിക്കുന്നൊക്കെ. അയ്യോ അതൊക്കെ എന്ത് ക്രിഞ്ചാറേ, എനിക്ക് ഇഷ്ടല്ല ആ പരിപാടി. അവർക്ക് അറിയാലോ അവരുടെ പണി, അവർ ലൈറ്റ് ഓഫ് ആക്കിക്കോളും. അതെ, ഇവര് ദിവസം 4-5 ഷോ ഇട്ട് ചെയ്യുന്ന ആൾക്കാരെടുത്ത് ഇവൻ പറഞ്ഞു കൊടുക്കണം ലൈറ്റ് ഓഫ് ആക്കാൻ. വർഷങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടി ഇല്ലേ. ഇത് ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് കയറുന്നതായിരിക്കും, ഇത് പറയണം. 10 പേര് ചിരിക്കൂലോ. എന്തോ എനിക്ക് എന്താ വെച്ചാ ആ ഭയങ്കര മോശമാണ്. കാരണം ഇപ്പൊ ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി പോകുന്നതിനാ, എനിക്ക് ആ ഒരു സ്പേസിൽ അത് എൻജോയ് ചെയ്യാനാണ്. അപ്പൊ എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ വേണം വരാൻ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണണം, തിയേറ്ററിലാണ് നിൽക്കരുത്. ഇതാണ് പബ്ലിക് ന്യൂസൻസ്. ഈ എസ്ര ഇറങ്ങിയപ്പോ പറഞ്ഞ ആരും എടുത്ത അന്ന് സ്ഥിരം പരിപാടിയായിരുന്നു ഈ സ്പോയിലർ ഇറക്കലേ. തിയേറ്ററിന്റെ പുറത്ത് നിന്ന് ആൾക്കാർ വിളിച്ചു പറയല്, എന്താണ് വാട്സപ്പില് മെസ്സേജ് അയക്കല്, പൃഥ്വിരാജാണ് പ്രേതം, അതാണ് അറിഞ്ഞിട്ടുണ്ടായില്ല. വന്ന കലി. ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ തിയേറ്ററിൽ പുറത്തിറങ്ങിയപ്പോ പരസ്പരം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയണേ, ഇറങ്ങാൻ നിൽക്കണവരോട് കൂട്ടുകാരോട് പറയണേ. അപ്പൊ നമ്മൾ ഇവരൊരുത്തനോട് പറയുമ്പോ സൈഡിൽ നിൽക്കണവരോ മറ്റൊരു എന്തിന് കാര്യം ആ ഒരു സർപ്രൈസ് ആ പടത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ സമയത്ത് കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല കിട്ടുന്നത്. ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രത്യേക. ഞാൻ ഞെട്ടി. ഇതായിരുന്നോ അണ്ണൻ പ്രേതോ? അങ്ങനെ എല്ലാം മൂടി വയ്ക്കാൻ പറ്റൂലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഒന്ന് അന്നല്ല. സ്പോയിലർ ഭയങ്കര മോശമാണ്. ഒരു സിനിമയിലെ എക്സ്പീരിയൻസ് തന്നെ മാറ്റിക്കളയും. പക്ഷെ ചില പഴയ പടങ്ങൾ സ്പോയിലർ അറിയാതെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടായി. ചിലപ്പോ നമ്മുടെ ജനറേഷനിൽ ഇറങ്ങാത്തോണ്ടായിരിക്കും സ്പോയിലർ അറിയായിരുന്നത്. ഈ സിക്സ്ത് സെൻസ് കണ്ടിട്ടുണ്ടോ നീ? അയ്യോ എന്താണെന്ന് പറയണില്ല, ചിലപ്പോ കാണാത്തവരുണ്ടാവുമല്ലോ. പക്ഷെ അത് കണ്ടപ്പോ ശരിക്കും ഞെട്ടിയായിരുന്നു. ഞാൻ എനിക്കറിയില്ല. ഞാൻ ദൈവമേതായി പോയി. അയ്യോ അടിപൊളിയായിരുന്നു. അങ്ങനെ ക്ലൈമാക്സ് ആണ് ഞെട്ടി സിനിമ ഏതാണല്ലോ. പിന്നെ ഞെട്ടിത്തിരിഞ്ഞു. ഇയാളുടെ തന്നെ തൊട്ടടുത്ത പടം അൺബ്രേക്കബിള് ഞെട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിയായിരുന്നു. കുഴപ്പമില്ല, ചെറിയൊരു ഞെട്ടൽ. നൈറ്റ് ശ്യാമളന്റെ പിന്നെ പ്രസ്റ്റീജ് ഞെട്ടിയായിരുന്നു ക്ലൈമാക്സ് കണ്ടിട്ട്. അത് ഞെട്ടലല്ല, എനിക്കെന്തോ ഒരു ഡിപ്രഷൻ പോലെ പോയി കണ്ടിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ, അതായത് ഈ ഒരു ട്രിക്കിന് വേണ്ടി ഇത്ര എന്താ പറയാ, മറ്റവന്റെ ഇത് കണ്ടിട്ട് ഞെട്ടിയായിരുന്നു. ക്രിസ്ത്യൻ ബെയിലിന്റെ ഡിസ്റ്റ്, ഹ്യൂ ജാക്മാന്റെ ഡിസ്റ്റ് കണ്ടാൽ നമുക്കൊരു ഡിപ്രഷൻ വരും. ഇത് വേണോ? പക്ഷെ മറ്റേ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് അയ്യടാ, അതായിരുന്നല്ലോ ആ പടത്തിന്റെ ഹോൾ പോയിന്റ്. നമ്മുടെ ഫ്രണ്ടിലുണ്ടാവും, ശ്രദ്ധിക്കില്ല, അങ്ങനെയൊക്കെ പറയണ ഭയങ്കര പടമായിരുന്നു. അത് ആരെ പടമായിരുന്നത്? നോളന്റെ പടം. നോളന്റെ പടം തന്നെ, ശരിയാ. പിന്നെ ദൃശ്യം. പിന്നെ ദൃശ്യം കണ്ട് ഞാൻ അങ്ങനെ ഞെട്ടിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഞെട്ടിയത് ഇത് കണ്ടിട്ടാ, മിസ്റ്റർ റോബോട്ട് ഫസ്റ്റ് സീസൺ എൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് ആണ് പുല്ലി. ഇതായിരുന്നോ ഇങ്ങനെയായിരുന്നു? അങ്ങനെ. പിന്നെ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഗെയിം ഓഫ് ത്രോൺസ് ഫിഫ്ത് സീസണിന്റെ എൻഡിങ്. ഫിഫ്ത് അല്ലായിരുന്നു അത്? ആള് ഇതാണെന്ന് പറയുന്നത്. അത് സിക്സ്ത് ആയിരുന്നു. ഫിഫ്തിലെ ആള് ചത്തിറക്കണത്.
ഫിഫ്ത്തിലാണ് അവൻ മരിക്കണേ. ആ, ആ. ഇത് പിന്നെ ഇതായി വരുന്നത്. ആ, ഓ അപ്പൊ sixth സിക്സ്ത്തിന്റെ എൻഡിങ്. അത് ശരിക്കും കിട്ടിയായിരുന്നു. അയ്യോ, കാര്യം ഇത്രയും കാലം ഉണ്ടായിട്ട് നമ്മളെന്നോട് ഇത് ആലോചിച്ചില്ലെന്നായി പോയി. ഞാൻ ആ എപ്പിസോഡ് കണ്ടിട്ട് എന്റെ ചേട്ടനെ വിളിച്ച് അറിഞ്ഞോ ഇങ്ങനെയൊക്കെ അറിഞ്ഞോ? ഇല്ല. ഞാൻ കൊടുക്കത്ത എക്സൈറ്റ്മെന്റ്. അയ്യോ, പറയല്ലേന്ന്. അയ്യോ, സിക്സ്ത് സീസൺ ഇറങ്ങിയപ്പാണെന്ന് തോന്നുന്നു ഞാൻ അത് കണ്ടു തുടങ്ങി. ആണോ? ആ സിക്സ് ബാക്കി 2 ദിവസം ഞാൻ അപ്ഡേറ്റ് ആയിട്ട് കറക്റ്റ് കാണിയത്. 8th ഇറങ്ങുമ്പോ ഞാൻ ഡെങ്കി പിടിച്ച് ഹോസ്പിറ്റലാ, എന്നിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തുണ്ട്. ഡെങ്കിപ്പനിയാ? അയ്യോ, ഇവിടെ ഇപ്പൊ നമ്മളെ ഇവിടെ ഹൗസ് ഓഫ് ഡ്രാഗന്റെ ഹോർഡിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഞെട്ടിയത്. അയ്യോ, നമ്മുടെ നാട്ടിലെ ഏതോ സീരിയലിലേക്ക് വെക്കാറുണ്ട്, പക്ഷെ ഇതൊരു അമേരിക്കൻ ഷോയുടെ അതൊക്കെയാണല്ലോ ഇവരുടെ വലിപ്പം. എന്താ പറയാ, എനിക്ക് തോന്നി ഇവരൊരു കൾച്ചർ വേറെയാ. കൾച്ചർ എങ്ങനെ വേറെയാന്ന് വെച്ചാല്, ഇപ്പൊ ഇന്ത്യയിൽ എങ്ങനെയാണ്, ഇപ്പൊ നീ ഒരു മലയാള സീരിയലിന്റെ പോസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമ ഇറങ്ങിയാൽ അതിന്റെ പോസ്റ്റർ ഉണ്ടാവും. ഇവിടെ അമേരിക്ക ബ്രിട്ടൻ രണ്ട് കൺട്രിയാണ്, പക്ഷെ അവർ സ്പീക്ക് ചെയ്യുന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അവർ വരുന്ന ഈ ആർട്ട് സ്റ്റഫുകളൊക്കെ എന്താണ് ഇവർ രണ്ടുപേർക്കും ഒരേപോലെ ആസ്വദിക്കാം. അത് ഭയങ്കര ഇതല്ലേ അല്ലേ? ഇവർക്ക് അത് അങ്ങനെ ഒരു ഡിവിഷൻ അവിടെ വരേണ്ട ആവശ്യമില്ല. അതെ, ഇവർ ആർട്ടായിട്ട് കാണുന്നു, പക്ഷെ വേറൊരു സ്ഥലത്ത് എടുത്ത സാധനം. ആ ഒരു ലാംഗ്വേജിന്റെ ഒരു അത്രേ ഉള്ളു. അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഈ പണ്ടൊന്നും കാണാൻ പോകും ഇത് ബ്രിട്ടൻ ആയിരുന്നു ഇത് അമേരിക്കൻ ആണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പിന്നെ വലുതായപ്പോഴാണ് ഓ ഇത് ഈ ആക്സെന്റ് കേട്ടാ ഇത് ഇന്ന സ്ഥലമാണെന്ന് മനസ്സിലാവുമല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ഒരു മണിക്കൂറായിട്ടുണ്ടാവില്ലേ? എഡിറ്റ് ചെയ്ത് സെറ്റാക്കി പോസ്റ്റ് ചെയ്യണം. ഇത് 48